നമസ്കാരം. ജനമുഖം വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 നവംബർ 24 മുതൽ 30 വരെയുള്ള നക്ഷത്രഫലങ്ങൾ. അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം പാദം ചേർന്നിട്ടുള്ള മേടക്കൂറ്. വിദ്യാർത്ഥികൾക്ക് നേട്ടമുള്ള സമയമാണ്. ഗൃഹം, വാഹനം എന്നിവ വാങ്ങുവാനായിട്ടുള്ള യോഗമുണ്ട്. ധനപരമായി നേട്ടമുണ്ടാകും. ജനപ്രീതി ലഭിക്കും. വിഷമകരമായ സാഹചര്യങ്ങളിൽ നിന്ന് മാറ്റം അനുഭവപ്പെടും. ആരോഗ്യം മെച്ചപ്പെടും. കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യത്തെ 2 പാദവും ചേർന്നിട്ടുള്ള ഇടവക്കൂറ്. തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാകുമെങ്കിലും പരിഹരിക്കാൻ സാധിക്കും. ബന്ധുജനങ്ങൾക്ക് രോഗമുണ്ടാകും. ദൂരദേശയാത്രയ്ക്ക് യോഗമുണ്ട്. ഏറെ നാളായി അനുഭവിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് സാധിക്കും. മകേരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണർത്തിൻ്റെ ആദ്യത്തെ 3 പാദവും ചേർന്നിട്ടുള്ള മിഥുനക്കൂറ്. ഇഷ്ടപ്പെട്ടവരുമായിട്ടുള്ള വിവാഹത്തിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. തൊഴിലിൽ സ്ഥലമാറ്റമുണ്ടാകും. ചെലവ് വർദ്ധിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആഡംബര വസ്തുക്കൾ വാങ്ങും. സംസാരം നിയന്ത്രിക്കണം. യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാകും. പുണർത്തിൻ്റെ അവസാന പാദവും പൂയവും ആയില്യവും ചേർന്നിട്ടുള്ള കർക്കിടകക്കൂറ്. വിശേഷ വസ്തുവകകൾ ലഭിക്കും. തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടും. ജീവിത രീതിയിൽ മാറ്റവും നിയന്ത്രണവും വരുത്തും. സമൂഹത്തിൽ പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും. മാനസികമായി ദുഃഖം അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാകാം. മകവും പൂരവും ഉത്തരത്തിൻ്റെ ആദ്യത്തെ പാദം ചേർന്നിട്ടുള്ള ചിങ്ങക്കൂറ്. സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകും. കർമ്മരംഗത്ത് പുരോഗതി. തൊഴിലിൽ വൈദഗ്ധ്യം കാണിക്കുവാനായിട്ടുള്ള അവസരങ്ങളുണ്ടാകും. ചെറിയ ബുദ്ധിമുട്ടുകൾ മാനസിക സംഘർഷത്തിന് ഇടയാക്കും. കുടുംബാംഗങ്ങളുമായി ഉല്ലസിക്കുവാനായിട്ടുള്ള സമയം കണ്ടെത്തുകയും ചെയ്യും. ഉത്തരത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 2 പാദം ചേർന്നിട്ടുള്ള കന്നിക്കൂറ്. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. വീട് പണി ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ധനപരമായിട്ടുള്ള ഇടപാടുകളിൽ ശ്രദ്ധ വേണം. വരുമാനം വർദ്ധിക്കും. മറ്റുള്ളവരുമായി ചണ്ട കൂടുവാനായിട്ടുള്ള സാഹചര്യം ഒഴിവാക്കണം. പൂർവികമായിട്ടുള്ള സ്വത്ത് അനുഭവിക്കുവാനായിട്ടുള്ള യോഗമുണ്ട്. ചിത്രയുടെ അവസാനത്തെ 2 പാദവും ചോതിയും വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങളും ചേർന്നിട്ടുള്ള തുലാക്കൂറ്. മത്സരത്തിൽ വിജയമുണ്ടാകും. വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. വിശ്രമമില്ലാത്ത ജോലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും. വാക്കു പാലിക്കും. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിന് വിഷമം ഉണ്ടാക്കും. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുരോഗതി ഉണ്ടാവുകയും ചെയ്യും. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദവും അനിഴവും തൃക്കേട്ടയും ചേർന്നിട്ടുള്ള വൃശ്ചികക്കൂറ്. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ധനപരമായി മെച്ചപ്പെടും. തൊഴിൽപരമായി നേട്ടമുണ്ടാകും. ഗുണപരമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ 1-ാം പാദവും ചേർന്നിട്ടുള്ള ധനുക്കൂറ്. സർക്കാർ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും. അനാവശ്യമായി പണം ചെലവഴിക്കും. സന്താനങ്ങൾക്കായി പണം ചെലവഴിക്കും. നിശ്ചയദാർഢ്യത്തോടെ തീരുമാനങ്ങളെടുക്കും. കുടുംബ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദവും തിരുവോണവും ഔഡത്തിൻ്റെ 1, 2 പാദങ്ങളും ചേർന്നിട്ടുള്ള മകരക്കൂറ്. ധനം നഷ്ടപ്പെടുവാനായിട്ടുള്ള സാഹചര്യമുണ്ട്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അധപതനമുണ്ടാകും. അപകടമുണ്ടാകാതെ ശ്രദ്ധിക്കണം. കുടുംബ ബന്ധങ്ങളിൽ അകൽച്ച ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. ഔഡത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പൂരുട്ടാതിയുടെ ആദ്യത്തെ 3 പാദവും ചേർന്നിട്ടുള്ള കുംഭക്കൂറ്. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അലട്ടും. അലസത കാണിക്കും. കുടുംബത്തിൽ ശ്രേയസ് ഉണ്ടാകും. നേതൃത്വത്തിലേക്ക് വരുവാനായിട്ട് കഴിയും. അധികാരവും അംഗീകാരവും ലഭിക്കും. വാതരോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാവുകയും ചെയ്യും. പൂരുട്ടാതിയുടെ അവസാനത്തെ പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്നിട്ടുള്ള മീനക്കൂറ്. പിതൃജനങ്ങൾക്ക് നല്ലതല്ല. സ്നേഹം നടിക്കുന്നവരുടെ ചതിയിൽപ്പെട്ടേക്കാം. മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങളെ അവഗണിക്കും. അതുമൂലം ദുഃഖമുണ്ടാവുകയും ചെയ്യും. സന്താനങ്ങൾക്ക് നേട്ടം. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുവാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. ഓരോ മതവിശ്വാസികളും അവരുടെ വിശ്വാസമനുസരിച്ചുള്ള പ്രാർത്ഥനകൾ നടത്തിയാൽ ഉണ്ടാകുന്ന ദുരിതങ്ങളെ പരിഹരിക്കുവാനായിട്ട് കഴിയും. എല്ലാവർക്കും നല്ല ആഴ്ച ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.